Yummy. നിങ്ങൾ മീനട കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് കമന്റ് ഇടൂ. മീനടയ്ക്ക് വേണ്ട സംഗതികളാണ് ഇന്നരത്തി വെച്ചിരിക്കുന്നത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉലുവപ്പൊടി, ഉപ്പ്, മല്ലിയില, കറിവേപ്പില, തേങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി, കുറച്ച് പുളി. ഇത് പുളിയുടെ സത്താണ്. അപ്പൊ ഇത്രയും സംഗതികളാണ്. ഇതെല്ലാം നല്ലോണം ഒന്ന് അരിയണം. അരിയാനുള്ളതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ആ ഫില്ലിംഗ് ഉണ്ടാക്കണേന്ന് നോക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് ഏകദേശം ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഉണ്ട്. വെളിച്ചെണ്ണ കൂടുതലായാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് വരും. ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും, ഒരുപാട് ചൂടാകുന്നതിന് മുമ്പ് തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് ചൂടാക്കും. ഇനി ഒരു മീഡിയം ഹീറ്റിലോട്ട് വയ്ക്കുകയാണ്, വങ്ങിപ്പോകരുത്. അതിൻ്റെ കൂടെ ഉള്ളി ഇടുന്നു. ഉള്ളി ഒന്ന് ചൂടായി വരുമ്പം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. നല്ലോണം ചൂടാക്കുക. സ്പൈസ് എല്ലാം ഇട്ട് കൊടുക്കണം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, ഉപ്പ്. ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നു. നല്ല മണം വരുന്നുണ്ട്. പുളി ഇട്ട് കൊടുക്കുന്നു. ഇത് പുളിയുടെ എക്സ്ട്രാക്റ്റ് ആണ്, അതുകൊണ്ടാണ് നല്ല കറുപ്പ് നിറം. നിങ്ങൾക്ക് നല്ല പുളി കിട്ടുവാണെങ്കിൽ അത് പിഴിഞ്ഞൊഴിക്കുക. ഇതിലേക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കുക, പൊടിക്കുക, തീ കുറച്ച് വെക്കുക. ബാക്കിയെല്ലാം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫിഷ് മാത്രം ഒന്ന് ചൂടായി വരണം. മല്ലിയില വിതറി കൊടുക്കുന്നു. ഇത് അടയ്ക്കകത്ത് വെക്കാനുള്ളതാണ്, അതുകൊണ്ട് മീനിന്റെ കഷ്ണം പൊടിച്ചു കൊടുക്കുക. ട്യൂണയല്ലാതെ ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. മുള്ളില്ലാത്ത എടുക്കുക കേട്ടോ, ഇല്ലെങ്കിൽ ആക്രാന്തം കാണിച്ച് അട കഴിക്കുമ്പോഴത്തേക്കും ആണ്ട കിടക്കണം മുള്ളു തൊണ്ടയിൽ എന്ന് പറയരുത്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉപ്പ് വേണം കേട്ടോ. ഉപ്പ് പാകം, എരിവ് പാകം, ഫ്ലേവർ പാകം എന്ന് പറയാനൊക്കത്തില്ല. പാകത്തിന്റെ ഒരു ഡബിളോ ട്രിപ്പിളോ ഏതാണ്ടൊക്കെ ഉണ്ട്. ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. അരിമാവ് കുഴച്ചെടുക്കുന്നത് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഫില്ലിംഗ് കേട്ടോ. ഉണ്ടാ മാവ് എങ്ങനെ കുഴക്കണമെന്ന് നോക്കാം. മാവ് കുഴക്കാനായിട്ട് കറിവേപ്പില, മല്ലിയില, ഉപ്പ്, തിളച്ച വെള്ളം, പൊടി. അതിനിപ്പോൾ ഒരു 2 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. മല്ലിയിലയും കറിവേപ്പിലയും നേരത്തെ അരിഞ്ഞ പോലെ തന്നെ നല്ല പൊടിയായിട്ട് അരിയണം. അത് നമ്മൾ പൊടിയിലിട്ട് കുഴയ്ക്കും, കുറച്ചൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ കൊത്തി അരിഞ്ഞതാണ്. പൊടിയിലേക്ക് ഇതിടുന്നു. ആദ്യമേ ഉപ്പ് ചേർക്കട്ടെ. ഇത് ഒന്ന് ഞെരടി ഇടുകയാണെങ്കിൽ അത്രയും കൂടെ ടേസ്റ്റ് ആണ്. ഇനി തിളച്ച വെള്ളമാണ്. കൈ കണ്ട് കുഴക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ എന്നാലും നോക്കട്ടെ. നല്ല ചൂടുണ്ട് പറ്റൂല. എന്തൊക്കെയാലും കൈവള്ളി. അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോ അറിയാം. തിളച്ച വെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കാണുമ്പോ അരയ്ക്കും. അപ്പൊ ഞാൻ തിളച്ച വെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ്. അപ്പൊ ഇനി നമുക്ക് ആയുധം എടുത്ത് പ്രയോഗിക്കാം. എന്നാലും അതൊരു പൊള്ളലായിപ്പ് കേട്ടോ. ഞാൻ എന്തിനാ അത് ചെയ്തെന്ന് ഞാൻ തന്നെ എന്നോട് ചോദിച്ചോണ്ടിരിക്കുക. ഇതാദ്യത്തെ പ്രാവശ്യമൊന്നും അല്ല ഞാൻ ചെയ്യണേ, എന്നാലും പറ്റിപ്പോയി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത പ്രാവശ്യവും ഞാൻ ഇത് തന്നെ പറയും. എന്താ മനുഷ്യന്റെ ഒരു അവസ്ഥ അല്ലേ. ഞാനത് കേട്ട് കേട്ടാ. ഞാൻ മനുഷ്യനല്ല എന്നല്ല പറഞ്ഞത്. അത് ഞാൻ കേട്ട്. ഇത് ഇങ്ങനെ തിളച്ച വെള്ളം കുറേശ്ശെ ഒഴിച്ച് അത് നല്ല എടുക്കണം. തിളച്ചവെള്ളം ഒഴിക്കണം എന്തിനാന്ന് വെച്ചാല് പൊടി ഒന്ന് വെന്ത് കിട്ടും. അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് വരും നമ്മുടെ അട. ഇത് ഏകദേശം കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതൊന്നുകൂടെ ഒന്ന് കുഴയ്ക്കണം. പക്ഷേ തിളച്ച വെള്ളത്തിൽ വീണ പൂച്ചയാണ് ഞാൻ, അതുകൊണ്ട് ആറിയിട്ടേ കുഴയ്ക്കുന്നുള്ളൂ. നമ്മുടെ മാവ് ആറിയിട്ടുണ്ട് ഒരുമാതിരി. നമ്മളിങ്ങനെ കുഴച്ചു കൊടുക്കുകയാണ്. കുഴപ്പമില്ല. ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇല വാട്ടുന്ന എങ്ങനെയെന്ന് നോക്കാം. മലയാളിയാണെങ്കിൽ ഇല വാട്ടാൻ അറിഞ്ഞിരിക്കും. പക്ഷെ ഇത് ന്യൂ ജെൻ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് കാണിക്കുകയാണ്. ഇത് നമ്മുടെ വാഴയില. ഇവിടെ ഫ്രോസൺ ആയിട്ട് കിട്ടുന്നതാണ്. ഇപ്പൊ തന്നെ കുറച്ച് വാടിയതുപോലെയാണ്. പക്ഷെ എന്നാലും വാട്ടിയാലേ ആ അടയ്ക്ക് അതിന്റെ ഫ്ലേവർ കിട്ടുള്ളൂ, ഇലയുടെ ഫ്ലേവർ. അപ്പൊ നമ്മൾ ഓപ്പൺ ഫ്ലെയിമിൽ ഇങ്ങനെ വെച്ച് ഇല വാട്ടി എടുക്കുകയാണ്. പണ്ട് കൊച്ചു പിള്ളേരുമായിട്ട് കളിക്കൂലായിരുന്നോ? അപ്പവും ചുട്ട് അടയും ചുട്ട് ഇല വാട്ടി പൊതിഞ്ഞെന്ന്. ഇല വാട്ടാണ്ട് പൊതിഞ്ഞാൽ ഇല പൊട്ടിപ്പോവും. ഇത് കത്തിപ്പോരുത്, ഉണങ്ങിയും പോരുത്. ഉണങ്ങിപ്പോയാല് പൊട്ടിപ്പോവും. അപ്പൊ ഈ ഇലയെല്ലാം വാട്ടിക്കഴിഞ്ഞിട്ട് നല്ലോണം തുടച്ചെടുക്കണം. എനിക്ക് വേണ്ടുന്ന ഇല മുഴുവനും വാട്ടിക്കഴിഞ്ഞു. ഇനി തുടച്ചെടുക്കണം. അട ഉണ്ടാക്കാൻ പോവാണ്. നമ്മുടെ ഫില്ലിംഗ് ഉണ്ട്. ഇല വാട്ടി തുടച്ചു വെച്ചത് നമ്മൾ ആദ്യമേ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക. തളിച്ചു കൊടുത്തില്ലെങ്കിൽ പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ പുഴുങ്ങി കഴിയുമ്പോഴത്തേക്കും വിട്ടുപോരാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിലേക്ക് നമ്മൾ കുഴച്ചു വെച്ചിരിക്കുന്ന മാവ് വെച്ചിട്ട് കുറച്ച് വെള്ളവും കൂടെ വെച്ച് പരത്തി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ഫില്ലിംഗ് വെച്ചിട്ട് മടക്കിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് ഫില്ലിംഗ് വെക്കാം. ഇത്
അറ്റം വരെ വരരുത്. അറ്റം വന്നാൽ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കില്ല. നമ്മൾ നടുക്ക് മാത്രം വെച്ചിട്ട് കുറച്ച് സ്ഥലം വിട്ടേക്കണം. എന്നിട്ട് ഇങ്ങനെ മടക്കിയെടുക്കും. ഇവിടെ മടക്കും, ഇവിടെ മടക്കും, ഇവിടെയും മടക്കും. ഇതുപോലെ എല്ലാം പരത്തിയെടുക്കണം. അപ്പോൾ പരത്തിയെടുത്തിട്ട് കാണാം അടയെല്ലാം ഇലവാട്ടി പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പുഴുങ്ങിയെടുക്കാം. ഞാൻ ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എല്ലാം അടുക്കി വെച്ച് ഇത് ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. സ്റ്റീം ചെയ്യാൻ വെക്കാം. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. തിളച്ച് നല്ല ആവി വരുന്നുണ്ട്, നല്ല ചൂടുണ്ട്. നമ്മൾ അടകൾ ഓരോന്നായിട്ട് വെച്ചു കൊടുക്കുന്നു. അപ്പൊ ഇനിയിപ്പോൾ അത് അടച്ചു വെക്കാം. നമുക്കൊരു 12 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും എടുത്തു നോക്കാം. 12 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് അട എങ്ങനെയായിട്ടുണ്ട് എന്ന് നോക്കാം. നന്നായിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യുന്നു. നമുക്കിത് പ്ലേറ്റിലോട്ട് വെച്ചിട്ട് കൈകൊണ്ട് എടുക്കരുത്. ഒരു പ്രാവശ്യം പൊള്ളിയതാണ്, ഇനിയും പൊള്ളാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാനിത് എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നിങ്ങൾ കാണിച്ചുതരാം. അടകൾ എല്ലാം എടുത്ത് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഒരെണ്ണം എടുത്ത് വേറെ പ്ലേറ്റിലോട്ട് വെച്ച് നമുക്ക് തുറന്ന് അകത്ത് എങ്ങനെയിരിക്കുന്നതെന്ന് കാണാം. എങ്ങനെയുണ്ട് നോക്കാം. കാണാൻ ബഹുരസം. അട അടിപൊളി അല്ലേ? എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? നല്ല സ്പൈസി ആയിട്ടുള്ള മീൻകറിയോട് കൂടെയുള്ള അട. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നിങ്ങളിത് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്ന് കമന്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ഹാപ്പി കുക്കിംഗ്.